ലോകരാജ്യങ്ങളിൽ ആദ്യം പടർന്നു പിടിച്ച ഒരു വൈറസായിരുന്നു കോവിഡ് വൈറസ്. അതിനുശേഷം പതുക്കെ വൈറസ് ഇന്ത്യയിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോവിഡ് പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ആയിരുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു വൈറസ് ലോകത്ത് പടർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാണ് എബോള വൈറസ്. എബോള വൈറസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ഡൽഹിയിൽ ഈ മാസം നടത്താനിരുന്ന ഉച്ചകോടി വരെ മാറ്റിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ചില ലോക രാജ്യങ്ങൾ ഈ വൈറസിന്റെ ബാധയിലാണ്. നിലവിൽ ഇന്ത്യയിൽ എത്തുന്ന യാത്രക്കാർക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഒരു കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിൽ എബോള രോഗം പടരുന്നത് തടയുന്നതിനായി വിദേശ യാത്രക്കാർക്കാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻകരുതൽ എന്ന നിലയിൽ രാജ്യത്തുടനീളം നിരീക്ഷണവും തയ്യാറെടുപ്പ് നടപടികളും കേന്ദ്രം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നടപടികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സസീല ശ്രീവാസ്തവയുടെ നേതൃത്വത്തിൽ ഇന്നലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും വകുപ്പുകളെയും അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ഉചിതമായ പ്രതിരോധ നിരീക്ഷണ നടപടികൾ സ്വീകരിക്കാൻ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2014 ആഫ്രിക്കയിൽ എബോള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഉൾപ്പെട്ട ഇത്തരം സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യക്ക് മുൻപരിചയമുണ്ടെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ആരോഗ്യ അധികാരികൾ പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉപദേശങ്ങളിലും വിവരങ്ങളിലും ഒരിക്കലും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. രാജ്യത്ത് കേസുകൾ ഉണ്ടാകാതിരിക്കാൻ എബോള ബാധിത രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കായി നിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. കൊഗോയിലും ഉഗാണ്ടയിലും മെയ് 18 വരെയുള്ള എബോള കേസുകളിൽ 132 മരണങ്ങൾ ഉൾപ്പെടെ ആകെ 528 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്. യാത്ര കഴിഞ്ഞ് എത്തിച്ചേരുന്നതിന് മുമ്പും ശേഷവും സ്ക്രീനിംഗ്, ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള പ്രോട്ടോകോളുകളും കേസ് മാനേജ്മെന്റ്, റഫറൽ സംവിധാനങ്ങൾ, ലബോറട്ടറി പരിശോധന എന്നിവ എല്ലാം തന്നെ നടത്തണമെന്നും വിശദമായി തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളെല്ലാം സംസ്ഥാനങ്ങളുമായും അതോടൊപ്പം തന്നെ യൂണിയൻ ടെറിട്ടറീസുമായും പങ്കുവച്ചിട്ടുണ്ട്. ഏകോപിത നിരീക്ഷണം, സമയബന്ധിതമായ റിപ്പോർട്ടിംഗ്, നിയുക്ത ആരോഗ്യ സൗകര്യങ്ങളുടെ തയ്യാറെടുപ്പ് എന്നിവയുടെ പ്രാധാന്യം കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഊന്നി പറയുകയാണ്. പനി, തലവേദന, ക്ഷീണം, ഛർദി, വയറിളക്കം, തൊണ്ടവേദന, രക്തസ്രാവം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുകയും എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇതിനു പുറമെ എബോള രോഗമുണ്ടെന്ന് സംശയിക്കുന്ന വ്യക്തികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ ഏതൊരു യാത്രക്കാരനും ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് വിമാനത്താവള ആരോഗ്യ വിഭാഗത്തെ നിർബന്ധമായും അറിയിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ ഒരു കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.